കേരളത്തിന്റെ ആത്മീയ സാംസ്കാരിക ചരിത്രത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. ഭക്തിയുടെ ശബ്ദവും രാമായണത്തിന്റെ മന്ത്രധ്വനിയും കേരളത്തിന്റെ 14 ജില്ലകളിലേക്കും ഒരുപോലെ പകരുന്ന ഒരു മഹത്തായ ആത്മീയ സാംസ്കാരിക മുന്നേറ്റത്തിന് അരങ്ങൊരുങ്ങുന്നു. സനാതനധർമ്മ പാഠശാല കേരളത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ശ്രീരാമരാജ്യം 2026 എന്ന മഹാരാമായണ സംഗമ പരമ്പരയാണ് സംസ്ഥാനമൊട്ടാകെ ശ്രദ്ധ നേടുന്നത്. സനാതനധർമ്മത്തിന്റെ ശാശ്വതമായ ജീവിത മൂല്യങ്ങളും ശ്രീരാമന്റെ ജീവിത ദർശനവും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മഹാസംരംഭം സംഘടിപ്പിക്കുന്നത്. ഭക്തിയും സംസ്കാരവും കുടുംബ ബന്ധങ്ങളും സാമൂഹിക ഉത്തരവാദിത്വവും ഒരേ വേദിയിൽ സംഗമിക്കുന്ന അപൂർവമായ ആത്മീയ കൂട്ടായ്മയായി ശ്രീരാമരാജ്യം 2026 മാറുകയാണ്. രാമായണം ഒരു ഇതിഹാസ കഥ മാത്രമല്ലെന്നും മനുഷ്യജീവിതത്തിന് വഴികാട്ടിയാവുന്ന ധാർമ്മികവും ആത്മീയവുമായ സന്ദേശങ്ങളുടെ മഹാഗ്രന്ഥമാണെന്നുമുള്ള ആശയം ജനങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ എത്തിക്കുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. സനാതനധർമ്മ പാഠശാലയുടെ ആചാര്യനും മുഖ്യ സംയോജകനുമായ രാജേഷ് നാദാപുരത്തിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ 14 ജില്ലകളിലുമായി ഏകദിന രാമായണ സംഗമങ്ങളുടെ പരമ്പര സംഘടിപ്പിക്കുന്നത്. ഒരു ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന പരിപാടിയല്ല ഇത്. കേരളത്തിന്റെ ഓരോ കോണിലും രാമായണത്തിന്റെ ആത്മീയത എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ജില്ലയും കേന്ദ്രീകരിച്ച് വിപുലമായ ജനപങ്കാളിത്തത്തോടെയാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 2026 ജൂലൈ 18-ന് പാലക്കാട് ജില്ലയിൽ നടന്ന ചടങ്ങോടെയാണ് ശ്രീരാമരാജ്യം 2026 സംസ്ഥാനതല ഉദ്ഘാടനത്തിന് തുടക്കമായത്. തുടർന്ന് ഓരോ ജില്ലയിലുമായി രാമായണ സംഗമങ്ങൾ സംഘടിപ്പിക്കും. പരിപാടികളുടെ സംസ്ഥാനതല സമാപനം 2026 ഓഗസ്റ്റ് 9-ന് തിരുവനന്തപുരം ജില്ലയിൽ നടക്കും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും ഈ ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമാക്കുകയാണ് സംഘാടകരുടെ ലക്ഷ്യം. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സ്ത്രീകൾ, കുടുംബങ്ങൾ, മുതിർന്നവർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഓരോ ജില്ലയിലെയും സംഗമങ്ങളിൽ പങ്കെടുക്കും. ഓരോ ജില്ലയിലും ഏകദേശം 1000-ഓളം ആളുകളെ പങ്കെടുപ്പിക്കാനാണ് സംഘാടകർ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ സംസ്ഥാനമൊട്ടാകെ 10,000-ലധികം ഭക്തജനങ്ങൾ ശ്രീരാമരാജ്യം 2026 ഭാഗമായി മാറുമെന്നാണ് പ്രതീക്ഷ. ഈ ആത്മീയ യാത്രയുടെ അടുത്ത പ്രധാന വേദി കോട്ടയമാണ്. ജൂലൈ 26-ന് കോട്ടയം ജില്ലയിലെ തിരുനക്കര സ്വാമിയാർ മഠത്തിൽ ശ്രീരാമരാജ്യം 2026 കോട്ടയം ജില്ലാ മഹാസംഗമം നടക്കും. കോട്ടയം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏകദേശം 1500-ഓളം ഭക്തജനങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത്. രാവിലെ 9:30-ന് സനാതനധർമ്മ പാഠശാലയുടെ ആചാര്യനും മുഖ്യ സംയോജകനുമായ രാജേഷ് നാദാപുരം പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിവരെ രാമനാമജപവും രാമായണ പാരായണവും നടക്കും. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഒരുമിച്ച് രാമനാമം ജപിക്കുകയും രാമായണത്തിന്റെ പാരായണത്തിലൂടെ അതിന്റെ ആത്മീയ സന്ദേശങ്ങൾ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്യുന്ന ഈ ഘട്ടം പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 4:30 വരെ വിപുലമായ സാംസ്കാരിക ആത്മീയ സമ്മേളനവും സർഗോത്സവവും നടക്കും. ആത്മീയ പ്രഭാഷണങ്ങൾ, ഭജനകൾ, സമൂഹ പ്രാർത്ഥന, വിവിധ സാംസ്കാരിക പരിപാടികൾ എന്നിവയും സംഗമത്തിന്റെ ഭാഗമായി അരങ്ങേറും. ഭക്തിയുടെ അനുഭവത്തോടൊപ്പം സംസ്കാരത്തിന്റെ നിറവും സാമൂഹിക ഐക്യത്തിന്റെ സന്ദേശവും പകരുന്ന തരത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും കുടുംബങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പങ്കാളിയാകാൻ കഴിയുന്ന രീതിയിലാണ് ഓരോ പരിപാടിയും ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി. ശ്രീരാമരാജ്യം 2026 ലക്ഷ്യം രാമായണ പാരായണത്തിലും ആത്മീയ പ്രഭാഷണത്തിലും മാത്രം ഒതുങ്ങുന്നതല്ല. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സജീവമായ ഇടപെടലുകൾ നടത്താനും സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും ലക്ഷ്യമിടുന്ന പ്രവർത്തനങ്ങൾക്കും സനാതനധർമ്മ പാഠശാല പ്രാധാന്യം നൽകുന്നുണ്ട്. യുവജന ശാക്തീകരണം, വനിതാ ശാക്തീകരണം, വിദ്യാർത്ഥികൾക്കായുള്ള പഠന പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവന പദ്ധതികൾ, കൗൺസിലിംഗ് തുടങ്ങിയ മേഖലകളിലും സംഘടന പ്രവർത്തിച്ചു വരികയാണ്. ശ്രീരാമന്റെ ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന സത്യനിഷ്ഠ, ധർമ്മബോധം, ഉത്തരവാദിത്തം, കുടുംബ മൂല്യങ്ങൾ, ത്യാഗം, സഹനം, നീതി തുടങ്ങിയ ആശയങ്ങൾ പുതിയ തലമുറയിലേക്ക് പകരുക എന്നതാണ് ഈ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ സംഘടിപ്പിച്ച സമാനമായ പരിപാടികൾക്ക് ലഭിച്ച മികച്ച ജനപങ്കാളിത്തവും പൊതു സ്വീകാര്യതയുമാണ് ഇത്തവണ ശ്രീരാമരാജ്യം 2026 കൂടുതൽ വിപുലമായ രീതിയിൽ സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കാൻ പ്രചോദനമായതെന്ന് സംഘാടകർ പറയുന്നു. ഓരോ ജില്ലയിലും പ്രാദേശിക സംഘാടക സമിതികളുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭക്തജനങ്ങളെയും കുടുംബങ്ങളെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഓരോ വേദിയിലെത്തിച്ച്
ആത്മീയതയുടെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും ഒരു വലിയ കൂട്ടായ്മ സൃഷ്ടിക്കാനാണ് ശ്രമം. ഇത് ഒരു ദിവസത്തെ പരിപാടിയിൽ അവസാനിക്കുന്ന ഒരു ആഘോഷമല്ലെന്നും മറിച്ച് രാമായണത്തിന്റെ സന്ദേശങ്ങളെ സമൂഹ ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന ഒരു തുടർ യാത്രയാണെന്നും സംഘാടകർ വ്യക്തമാക്കുന്നു. രാമായണം മനുഷ്യനെ ധർമ്മത്തിന്റെ വഴിയിലൂടെ നയിക്കുന്ന ജീവിത പാഠങ്ങളുടെ മഹാസാഗരമാണ്. ആ സാഗരത്തിൽ നിന്ന് ഓരോ തലമുറയ്ക്കും ആവശ്യമായ മൂല്യങ്ങൾ കണ്ടെത്തി ജീവിതത്തിലേക്ക് പകരുക എന്ന സന്ദേശമാണ് ശ്രീരാമരാജ്യം 2026 മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിന്റെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ രാമനാമം മുഴങ്ങുമ്പോൾ കുടുംബങ്ങളും യുവജനങ്ങളും കുട്ടികളും മുതിർന്നവരും ഒരേ ആത്മീയ വേദിയിൽ ഒന്നുചേരുന്ന കാഴ്ചയ്ക്കാണ് സംസ്ഥാനം സാക്ഷിയാകുന്നത്. ജൂലൈ 26 കോട്ടയത്തെ തിരുനക്കര സ്വാമിയാർ മഠത്തിൽ നടക്കുന്ന മഹാസംഗമവും ഈ ആത്മീയ യാത്രയിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലായി മാറും. രാമായണത്തിന്റെ ആത്മീയ സന്ദേശവും സനാതന ധർമ്മത്തിന്റെ ജീവിത മൂല്യങ്ങളും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന ശ്രീരാമരാജ്യം 2026 വിശ്വാസികളെയും കുടുംബങ്ങളെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒരുമിച്ച് അണിനിരക്കുന്ന ശ്രദ്ധേയമായ ഒരു ജനകീയ സാംസ്കാരിക മുന്നേറ്റമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. കേരളത്തിന്റെ മണ്ണിൽ വീണ്ടും വീണ്ടും മുഴങ്ങുന്ന രാമനാമം ആത്മീയതയുടെ വഴിയിലൂടെ ഒരു സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന സന്ദേശമായി മാറുമോ? ഉത്തരം തേടുന്ന ഈ യാത്രയിൽ ഇനി ശ്രദ്ധ കോട്ടയത്തിലേക്ക്. ജൂലൈ 26 തിരുനക്കര സ്വാമിയാർ മഠത്തിൽ രാമനാമത്തിന്റെ സ്വരമുയരും. രാമായണത്തിന്റെ സന്ദേശം മുഴങ്ങും. ശ്രീരാമരാജ്യം 2026 ആത്മീയ സംഗമത്തിന് കോട്ടയം സാക്ഷ്യമാകും.